ഇപ്പൊ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോളിനെയോ അല്ലെങ്കിൽ ഒരു സ്പ്രേയോ ഒരു ജെല്ലോ തേച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ എന്താണ് നടക്കണമെന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ദാറ്റ് ഒരു ലെവൽ വരെ വളരെ മിനിമം പെയിൻ ലെവൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ അബ്സോർബന്റ് പെയിൻ കില്ലേഴ്സ് വിച്ച് ഈ വോളിനി പോലത്തതോ അല്ലെങ്കിൽ സ്പ്രേയോ കാര്യങ്ങൾ അടിച്ചു കഴിയുമ്പോൾ സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന കുറച്ച് ഡൈക്ലോഫിനാക് സംഗതികളുണ്ട്. ഇത് നമ്മുടെ പെയിനിനെ ഒന്ന് നമ്പാക്കും, അവിടെ ഒന്ന് പെയിൻ കുറയ്ക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ തന്നെ പെയിൻ ഒന്ന് കുറയാനായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ മെന്തോളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ് വരാനായിട്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ പെയിൻ ഒന്ന് സബ്സൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇന്റൻസിറ്റി, ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി വരെയാണ് ആ പെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ എത്ര സ്പ്രേ അടിച്ചാലും എത്ര ക്രീം പറ്റിയാലും ആ പെയിൻ ലെവലിന് ഒരു മാറ്റം ഉണ്ടാവില്ല. യു വിൽ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ തന്നെ കഴിക്കേണ്ടി വരും. അപ്പം ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സ്കിൻ അബ്സോർബൻ പെയിൻ കില്ലേഴ്സ് ആണ് അതിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെയിൻ ലെവൽ കുറയും. അതൊരു റൂട്ട് കോസ് മാനേജ്മെന്റ് അല്ല, ആ തൽക്കാലം ആ പെയിൻ സിംറ്റത്തിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഒരു കംപ്ലീറ്റ് റെമഡി അല്ല, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലോ നമുക്ക് അപ്ലൈ ചെയ്യാം.